പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം ഇന്നാണ്. ഫ്ലവേഴ്സിൻ്റെ പിൻബലത്തിലുള്ള 24 സംഘടിപ്പിക്കുന്ന പ്രേക്ഷകരുടെ ലോകത്തിലെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം. ഒരു ടെലിവിഷൻ ചാനലിലും ഒരു ടെലിവിഷൻ മേഖലയിലും ഇത്തരം ഒരു സംസ്ഥാന സമ്മേളനം നടന്നിട്ടില്ല. പ്രേക്ഷകരെ നേരിട്ട് കാണാൻ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ പ്രേക്ഷകരെ അണിയിച്ചൊരുക്കി അരങ്ങൊരുക്കി ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, അത് പ്രായോഗികമാകുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു. എന്നാൽ നമ്മളതൊക്കെ പ്രായോഗികമാക്കും. ചെയ്യാൻ കഴിയാത്തത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രീതിയെന്ന് പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ മാധ്യമ ചരിത്രത്തിൽ ഈ ദിവസം പ്രാധാന്യമുണ്ട്. അത് സ്ഥാനം പിടിക്കാൻ പോകുന്നു. ഒരു അപൂർവ സംഗമത്തിനാണ് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് അരങ്ങൊരുക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ ഈ ലോകമെമ്പാടും വരുന്ന മലയാളികൾക്ക് ഈ സംസ്ഥാന സമ്മേളനം നേരിട്ട് ദർശിക്കുന്നത് പോലെ ആ സുഖാനുഭൂതി പകരാൻ നമ്മൾ ഈ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യും. 1:30 മുതൽ ആരംഭിക്കുന്ന ലൈവ് ടെലികാസ്റ്റ് ഈ പരിപാടി അവസാനിക്കുന്നതുവരെ തുടരുമെന്ന് കൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കുന്നു. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എന്തൊക്കെയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഉയരാൻ പോകുന്ന കാര്യങ്ങൾ. ഈ സ്റ്റോറി ശ്രദ്ധിക്കൂ. മാധ്യമ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ ഇതാ ഒരു പുതിയ അധ്യായം കൂടി. വാർത്താമുറിയിലെ അവതാരകരും സ്വീകരണ മുറിയിലെ പ്രേക്ഷകരും നേർക്കുനേരെത്തുന്ന അപൂർവ നിമിഷം. രാവിലെ 11 മണി മുതൽ പ്രേക്ഷക സമ്മേളനത്തിനുള്ള സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങും. 5000-ലധികം പേർ ഓൺലൈനായി ഇതിനോടകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും 24 അവതാരകരും പ്രേക്ഷകരുമായി നേരിട്ട് സംവദിക്കും. ചുരുങ്ങിയ കാലം കൊണ്ട് മുൻനിരയിലേക്കെത്താൻ 24-നൊപ്പം നിന്ന പ്രേക്ഷകർക്ക് പുതിയ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. MG ശ്രീകുമാർ, ശരത്, ജോബ് കുര്യൻ എന്നിവർ അണിനിരക്കുന്ന സംഗീത വിരുന്ന് സമ്മേളനത്തിന് മാറ്റുകൂട്ടും. ഫ്ലവേഴ്സിലെ ജനപ്രിയ പരിപാടികളായ ഉപ്പും മുളകും, ചക്കപ്പഴം, കോമഡി ഉത്സവം താരങ്ങളും ഒപ്പം ചേരും. 24 അവതാരകരുടെ വിവിധ കലാപ്രകടനങ്ങളും ഉണ്ടാകും. പരിപാടിക്കെത്തുന്ന പ്രേക്ഷകരെ കാത്ത് സർപ്രൈസ് സമ്മാനങ്ങളുമുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 6 വരെയാണ് സമ്മേളനം. നേരിട്ടെത്താൻ കഴിയാത്തവർക്കായി പരിപാടിയുടെ ആദ്യ അവസാനം 24 തത്സമയം സംപ്രേഷണം ചെയ്യും. 24 കൊച്ചി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് രാവിലെ 8 മണി മുതൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾക്ക് നിവർത്തി വരുത്താം. എന്തായാലും കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങുകയാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന് അരങ്ങൊരുക്കാൻ. നമ്മളൊരു എല്ലാവിധമായ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ആളുകളൊക്കെ തന്നെ അതിനായി അധ്വാനിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയക്കാർക്ക് മാത്രം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ച് പരിചയമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ടെലിവിഷൻ ചാനൽ പ്രേക്ഷകരുടെ പിൻബലത്തോടെ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇപ്പോൾ ശ്രീകാന്തും വിനീത വിജിയും ഉണ്ട്. അതിനുള്ളിൽ വലിയ റിഹേഴ്സലും ഒക്കെ നടക്കുകയായിരുന്നു. രാത്രിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എന്നെ അറിയിക്കുന്നു. നിങ്ങളൊക്കെ നല്ല സുരക്ഷിതമായി യാത്ര ചെയ്ത് കൊച്ചിയിലെത്തും. നിങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് ആൻഡ് ഗുഡ് മോർണിംഗ് വിനീത വിജി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? കാര്യം എല്ലാവരും ആകാംക്ഷയിലാണ്, ഞാൻ ഉൾപ്പെടെ. ശ്രീകാന്ത് പറയൂ. സൂപ്പർ ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തൊട്ട് മുൻവശത്താണ്. ഇക്കാണുന്ന സ്റ്റേഡിയം ഇനി നിറഞ്ഞു കവിയുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരൊക്കെ തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് എത്തിയവരാണ്. അവർ ഫ്രഷ് ആകുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് ഫ്രഷ് ആകുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിവിടെ അവർക്ക് ഫ്രഷ് ആകുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം ഒരുക്കിയിട്ടുണ്ട്. ആ സൗകര്യം കൂടി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. SKN നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഏറ്റവും വലിയ, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രേക്ഷകരുടെ സമ്മേളനം, ടെലിവിഷൻ പ്രേക്ഷകരുടെ സമ്മേളനം നടക്കാൻ പോകുന്നത്. അതിന്റെ വേദിയിലേക്കാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. രാഹുൽ VS നമ്മുടെ ക്യാമറാമാൻ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ സഹപ്രവർത്തകർ ഇവിടെ ഈ പ്രേക്ഷകരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രേക്ഷകരെ സ്വീകരിക്കുന്നതിന് വേണ്ടി വരാൻ പോകുന്ന 24ന്റെ സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ തയ്യാറെടുക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവർക്ക് വേണ്ടി കലാപ്രകടനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ട താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. അവരുടെ തീപ്പൊരി അവതാരകർ അണിനിരക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം കാണാൻ വരുന്നത് SKNനെയും
അതോടൊപ്പം തന്നെ തീപ്പൊരി അവതാരകരെയും ഒക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. SKN കാണണം, കൂടെ നിന്നൊരു സെൽഫി എടുക്കണമെന്നൊക്കെയാണ് ഈ രാവിലെ ഇവിടെ എത്തിച്ചേർന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അവരുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. ഹഷ്മി താജ് ഇബ്രാഹിം, ഗോപികൃഷ്ണൻ, അങ്ങനെ നിരവധി ആളുകളെ കാണണം എന്നൊരാഗ്രഹം കൂടി അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ തയ്യാറെടുപ്പിലാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് എങ്ങനെയാണ് 24 ഈ പരിപാടി സംഘടിപ്പിക്കാൻ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതെന്ന്. എല്ലാവർക്കും സ്വാഗതം ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്കുള്ള ജനപ്രവാഹം ആരംഭിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കുക തന്നെ ചെയ്യാം. കാരണം രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ അവർക്കായി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ഫ്രഷ് ആകാനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അവർ നേരെ തിരികെ ഇവിടേക്ക് എത്തും. 2 മണി മുതൽ 6 മണി വരെ ഈ ചരിത്രത്തിൽ തന്നെ ആദ്യമായി, ലോകത്താദ്യമായി ഒരു ടെലിവിഷൻ ചാനൽ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം നടത്താൻ പോകുന്നു. ആ കാഴ്ചകൾ തത്സമയം കാണാം. SKN. ശ്രീകാന്ത്, തീർച്ചയായിട്ടും നമുക്ക് പ്രേക്ഷകരോടൊന്ന് സെൽഫി എന്താന്ന് വെച്ചാൽ നമുക്ക് പൊളിക്കണം. വിനീത VG നമുക്കൊപ്പം ചേരുന്നു. പറയൂ വിനീത. SKN, വെരി ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വേദിയിലാണ്. ഇവിടെയാണ് നമ്മളുടെ പരിപാടികൾ നടക്കുക. ഇതിനോടകം തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 5000-ലധികം പേർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞുവെന്നാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ വേദിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളുടെ അവതാരകർ എത്തുക, നമ്മളുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നുള്ള കലാകാരന്മാർ എത്തുക. എന്നിങ്ങനെ ഈ പ്രേക്ഷകർക്കൊപ്പം തന്നെ 24-ന്റെ അവതാരകർ, 24-ന്റെ കുടുംബാംഗങ്ങൾ, ഒപ്പം തന്നെ കലാകാരന്മാർ, ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ട് ചരിത്രത്തിലേക്ക് ഒരു പുതിയൊരു കാൽവെൽപ്പതൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരുപക്ഷെ ഇന്ന് വരെ ഒരു ചാനൽ, ഒരു TV ചാനലിലും നടത്താത്ത ഒരു വിപുലമായിട്ടുള്ള പരിപാടി, അതിൽ നമ്മളുടെ പ്രേക്ഷകരുടെ വലിയൊരു പിന്തുണയൊക്കെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗാലറിയിൽ നമുക്ക് കാണാം, ഈ വേദികളിൽ നമുക്കിപ്പോൾ കസേരകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഈ ഗാലറികൾ, നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഈ ഗാലറികളൊക്കെ നിറഞ്ഞു കവിയും. ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ SK, നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിയിരുന്നു. ഇവരുടെ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ എത്തിയ 24-നെ ഏറെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകനുണ്ട്. ശശി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാത്രി തന്നെ അദ്ദേഹം എറണാകുളത്തേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ചേട്ടാ, എപ്പോഴാണ് എത്തിയത്? കൊച്ചിയിൽ എപ്പോഴെത്തി? ഞാൻ ഇന്നലെ ശനിയാഴ്ച ഒരു 11 മണിയായപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു. ഒരു 2 മണിയായപ്പോൾ ഇവിടെ എത്തി. രാവിലെ തന്നെ വേദിയിലേക്ക് എത്തി? രാവിലെ തന്നെ വേദിയിലെത്തി. 24 തന്നെയാണ് കാണുന്നത് എപ്പോഴും? ഞാനിപ്പോൾ 900 കഴിഞ്ഞു. ഇപ്പൊ എപ്പിസോഡ് 900 കഴിഞ്ഞു. പ്രോഗ്രാമിന്റെ 900 കഴിഞ്ഞു. അപ്പൊ എപ്പിസോഡ് ഒരു എന്താ പറയാ, ഒരു അറബിക്കടൽ പോലെ 24 വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരനോട് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരെയും അവരുടെ ടെക്നീഷ്യന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും SKN, അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ നിരവധി പ്രേക്ഷകരുണ്ട് നമുക്കൊപ്പം. എല്ലാവരും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മുടെ പരിപാടി തുടങ്ങുന്നത് 2 മണി മുതൽ തന്നെ ആണെങ്കിലും 11 മണി മുതൽ നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഒപ്പം തന്നെ ഈ വേദിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും, അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്നിങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വന്തം വാഹനങ്ങളിലൊക്കെ എത്തുന്ന ആളുകൾക്കാണെങ്കിൽ നമ്മുടെ സമീപമുള്ള KV സ്കൂളിലാണ് പാർക്കിങ്ങിനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലും മറ്റും എത്തുന്നവർക്ക് മെട്രോ സംവിധാനം ഉപയോഗിക്കാം. അവർക്ക് മെട്രോയിൽ എത്തി ഏതാണ്ട് ഒരു 5 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് നടന്നു തന്നെ നമുക്ക് ഈ വേദിയുടെ സമീപത്തേക്ക് എത്തിച്ചേരാം. ഇനി സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ആളുകൾക്ക് മറ്റ് ഓട്ടോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ എടുത്തു വരണമെങ്കിൽ അതും വളരെ അടുത്താണ്. എന്നിങ്ങനെയുള്ള കൊച്ചി നഗരത്തിന്റെ ഏത് ഭാഗത്ത് എത്തിച്ചേർന്നാലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് 5000-ലധികം ആളുകൾ ഇതിനോടകം രജിസ്ട്രേഷൻ
രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ചില പ്രേക്ഷകരൊക്കെ നമ്മളോടും പറയുന്നുണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല, ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു പരിപാടിയാണ്, പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ കാരണം പരിപാടിയിൽ എത്താൻ പറ്റാതെ പോയി, അതിൽ വിഷമം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് പറയേണ്ടത് നമുക്ക് അങ്ങനെ ഒരു വിഷമവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മുടെ പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ തത്സമയം കാണുന്നതിനുള്ള സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഒരു വലിയ ഒരു ആവേശക്കടൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ചരിത്രത്തിൽ കുറിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം എന്ന് പറയേണ്ടി വരും. വലിയ പ്രേക്ഷക പിന്തുണ, നമുക്കിപ്പോൾ ശശിയേട്ടനൊക്കെ സംസാരിച്ചതുപോലുള്ള നിരവധി പ്രേക്ഷകർ അവർ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. SKN. താങ്ക് യു വിനീത വിജി. എന്തായാലും നമുക്ക് വിനീത അവിടെ കാണണം. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളെ കാണാനായി ഞാൻ കാത്തിരിക്കുന്നു. നമ്മൾ കുറേ സർപ്രൈസുകൾ നിങ്ങൾക്കായിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ പറയുന്നില്ല. മാത്രമല്ല കുറേ ആൾക്കാർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷിതമായി യാത്ര ചെയ്യുക. ചില ആളുകളൊക്കെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അതെല്ലാം അങ്ങനെ എത്തിച്ചേരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഫ്രഷ് ആവാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരു കുടുംബമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടാകും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പരിഹരിക്കും. അപ്പോൾ ഇന്ന് 11 മണി മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ അവിടുത്തെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കയറാൻ പറ്റും. അതുപോലെ 12 മണി മുതൽ ഗേറ്റ് ഓപ്പൺ ആക്കും. സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോർത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ വൈറ്റ്ല ഹബ്ബും മെട്രോ സ്റ്റേഷനും ഒക്കെ തന്നെ വളരെ അടുത്താണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തത്. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ സംസ്ഥാന സമ്മേളനം ഒരു പരിപൂർണ്ണ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും എത്തിക്കുന്നു. യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മൊബൈൽ ഫോണിൽ എന്നെ കേൾക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വലിയ വിജയമാക്കി ലോകത്ത് ഇതൊരു ചരിത്രം എഴുതാൻ നമ്മൾ തയ്യാറെടുക്കുന്നു. മാത്രമല്ല നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നോൺ പ്രോഫിറ്റബിൾ സാമൂഹ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാക്കി 24 കണക്റ്റിനെ മാറ്റുക. 5 കൊല്ലം കൊണ്ട് 1 കോടി ആളുകളിൽ എത്തിക്കാനുള്ള നീക്കത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് ഇന്നത്തെ സംസ്ഥാന സമ്മേളനം.